ഇനി നമുക്കൊന്ന് എഡിറ്ററോട് ചോദിക്കാം എന്ന പരിപാടിയിലേക്കൊന്ന് പോയി വരാം. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് എഡിറ്ററോട്. ഹായ്, ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എൻ്റെ പേര് ഷിസിൽ തേനായി എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് എൻ്റെ വീട്. എനിക്ക് ഡോക്ടർ അരുൺകുമാറിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ കേരളം ഭരിക്കുന്ന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ചെറിയ ഡീമെറിറ്റ് വലിയ വാർത്തയാവുകയും സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോലും ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ വാർത്ത പ്രാധാന്യം നൽകുന്നേയില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ തിരസ്കരിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ സുശീൽ, വെരി ഗുഡ് മോർണിംഗ്. സുശീൽ ചോദിച്ച ഈ ചോദ്യം ഞാൻ ഒട്ടേറെ തവണ കേട്ട ചോദ്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ആ ചോദ്യം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യവുമാണ്. ഞാൻ ആ ചോദ്യത്തെ കുറ്റം പറയില്ല. കാരണം അവരുടെ മുന്നിൽ എപ്പോഴും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള നമ്മുടെ റിപ്പോർട്ടുകളും ചോദ്യങ്ങളുമാണ് കാണുക. സർക്കാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സർക്കാർ ഒരു പുതിയ പദ്ധതിയുമായി വരുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല? വ്യവസായ വകുപ്പിൻ്റെ പ്രകടനം നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് സുശീലിനെ പോലെ. അപ്പോൾ അവരോട് പറയാനുള്ള മറുപടി ഇതാണ് സുശീൽ, സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മം തന്നെയാണ്. പക്ഷേ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ ചാനലുകൾ PRD വകുപ്പായി പോകും. അതിന് സർക്കാരിനൊരു സംവിധാനമുണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാകരുത് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റോഡ് നന്നാക്കുന്നു എന്നുള്ളത് ഒരു വാർത്തയല്ല, പക്ഷേ നന്നാക്കിയ റോഡ് പൊളിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തീരുക. റോഡ് നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാരിനെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. സർക്കാർ ഇന്ന് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണമുണ്ട്. കുടിവെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അതൊരു വാർത്തയാണ്. അതല്ലെങ്കിൽ കുടിവെള്ള വിതരണം മുടങ്ങുമ്പോഴാണ് വാർത്തയാവുക എന്നതാണ് വാർത്തയുടെ ഒരു സ്വഭാവം. ആ വാർത്തയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ആൻറ്റി ഇൻകുംബൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ എല്ലാ സർക്കാരുകൾക്കെതിരെയും നിലപാട് ഒരേപോലെയാണ് എടുക്കുക. PRD ആയി മാറാൻ നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വാച്ച് ഡോഗാണ്, ലാബ് ഡോഗ് അല്ല എന്നതാണ് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത്. സുശീൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷേ അതിരുവിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അജണ്ടയുമായി നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറേ ഇല്ല. പ്രിയപ്പെട്ട സുശീൽ, ചോദ്യത്തിന് നന്ദി. സുശീലിൻ്റെ ചോദ്യം പോലെ തന്നെ പല ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. എഡിറ്ററോട് ചോദിക്കാം എന്ന പങ്ക്തിയിൽ ഉൾപ്പെടുത്തി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ പൾസും നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചയും അറിയാൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു മൻ കി ബാത്ത് പരിപാടിയല്ല എന്നതൊരിക്കൽ കൂടി പറയട്ടെ. അത് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ. അതുകൊണ്ട് ജനകീയ വിഷയങ്ങൾ ജനങ്ങളുടെ പൾസറിഞ്ഞ് മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുക. അതിൽ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടാവാം, പക്ഷേ അതൊരു വാർത്തയായതുകൊണ്ട് നമുക്ക് ആ വാർത്തയിൽ പിന്തുടരുക തന്നെ വേണം.